ശബര്യാശ്രമമകമ്പുക്ക സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സംഭദിച്ചിതു പാദാംബോരുഹയുഗത്തിങ്കൽ. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവ മേ തീർക്കേണം മായാ കഥബന്ധനം ദയാനിധേ. അമൃതേശ്വരി നമഃ. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ വൃഗോദരഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം അർജുന വിഷാദയോഗത്തിലെ 15-ാമത്തെ ശ്ലോകമാണിത്. ഇന്ദ്രിയങ്ങളുടെ അധിപനായ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്നു പേരുള്ള ഒരു മഹത്തായ ശംഖ് ഊതി. അർജുനൻ ദേവദത്തം എന്ന ശംഖം മുഴക്കി. ഭീമമായ കർമ്മം ചെയ്യാൻ കഴിവുള്ള വൃഗോദരൻ മുഴക്കിയത് പൗണ്ഡ്രമാണ്. ഭഗവാൻ എങ്ങനെ ഋഷികേശനായത്? സർവ ഇന്ദ്രിയങ്ങളുടെയും നാഥനായതുകൊണ്ട് തന്നെ. ഭഗവാന്റെ അംശങ്ങളാണ് സമസ്ത ജീവജാലങ്ങളും. ഒരു യഥാർത്ഥ ഭക്തന്റെ ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാൺ എപ്പോഴും ഭഗവാന്റെ കയ്യിലായിരിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിൽ കേവലം സാരഥിയായിട്ടാണ് ഭഗവാൻ രംഗപ്രവേശനം ചെയ്തത്. വില്ലാളി വീരനായ അർജുനൻ സേനയുടെ നടുവിൽ നിന്നും നാലുപാടും ഒന്ന് നോക്കി മമതാബന്ധത്തിൽ കുടുങ്ങി ആകെ തളർന്ന വശനായി. ഇന്ദ്രിയങ്ങളെ ഭഗവാൻ രക്ഷയ്ക്ക് വഴങ്ങാനുള്ള നിരവധി സന്ദർഭങ്ങൾ അനുഭവങ്ങൾ ഭഗവാൻ അർജുനന് നൽകി.
അർജുനന് അനുഗ്രഹമായി. അർജുനന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാൻ ആത്മബോധം കൊണ്ട് വശത്താക്കി അർജുനന് വിജയം നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഭഗവാന് പാഞ്ചാല്യം കിട്ടിയതിന് പിന്നില് ഒരു കഥയുണ്ട് കേട്ടോ. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തില് ഭഗവാനും ബലരാമനും വിദ്യയൊക്കെ അഭ്യസിച്ചു. ഗുരുദക്ഷിണയ്ക്ക് സമയമായി. ഗുരുഭഗ്നിയുടെ ആഗ്രഹം അനുസരിച്ച് മരിച്ചുപോയ ഗുരുസുതനെ പ്രഭാസതീർത്ഥത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാ. പിന്നെ കണ്ടിട്ടേയില്ല. ആ ഗുരുസുതനെ തെരഞ്ഞ് എല്ലായിടവും പോയി. അവസാനം വരുണൻ ദേവന്റെ ആവശ്യപ്രകാരം സമുദ്രത്തിലെ ഒരസുരന്റെ ശല്യം തീർക്കുന്നുണ്ട്. അവന്റെ പഞ്ചജന നെഞ്ചത്തിൽ നിന്നും ലഭിക്കുന്നതാണ് പാഞ്ചജന്യം. നാദബ്രഹ്മത്തോടുകൂടിയുള്ള നാദം കുരുക്ഷേത്രത്തിൽ മുഴങ്ങി. അമ്പൂര്യമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ തീവണ്ടിയിൽ കയറിയാൽ ഭാരമുള്ള സഞ്ചി നമ്മുടെ തലയിൽ ചുമക്കേണ്ടതില്ലല്ലോ, ഇറക്കി വെച്ചൂടെ? അതുപോലെ നമ്മുടെ ഓരോ ഭാരങ്ങളും പരമാത്മാവിൽ അർപ്പിച്ച് മമത ധരിച്ച് നമുക്കും നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. ഓം അമൃതേശ്വരിയേ നമഃ. ഉഗ്ര തപസ്സുകൊണ്ട് താൻ സമ്പാദിച്ച സിദ്ധികൾ ശ്രീരാമന് സമർപ്പിച്ച് അഗ്നിപ്രവേശം ചെയ്ത് ബ്രഹ്മലോകത്തേക്ക് പോയ തപസ്വി ആര്? എ. സുധീഷ്ണ മഹർഷി, ബി. ശരഭംഗ മഹർഷി, സി. അത്രി മഹർഷി, ഡി. അനസൂയ ദേവി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി. ശരഭംഗ മഹർഷി. ബി. ശരഭംഗ മഹർഷി ഞാൻ ലോക്ക് ചെയ്യുന്നു. എപ്പോഴാണെന്നറിയോ? ആരണ്യകാണ്ഡത്തിന്റെ ആദ്യം അരണ്യകാണ്ഡത്തിൽ ആദ്യമാണ് സംഭവം നടക്കുന്നു. ഓക്കെ, ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ശ്രീരാമനോട് പ്രജാപതികളുടെ ചരിത്രം പറയുന്ന ജടായു ആദ്യ പ്രജാപതിയായി പറയുന്നത് ആരെ? എ. വിവസ്വാൻ, ബി. അരിഷ്ടനേമി, സി. മരീചി, ഡി. കർദമൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി. കർദമൻ. ഡി. കർദമൻ. ഷുവർ ആണ്? ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. ഡി. കർദമൻ. രാഹുൽ മോനെ, നമുക്ക് കർദമനെ കുറിച്ച് അങ്ങോട്ട് കേൾക്കാലോ. പറഞ്ഞാളി. മഹാഭാരതത്തിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, കർദമ പ്രജാപതിയും ദേവഹൂതിയും അവര് രണ്ടുമാണ് ഈ ഭാര്യ ഭർത്തക്കന്മാരാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. എങ്കിലും അവർ ലോകത്തെ സൃഷ്ടിക്കുക എന്ന ഇതിൽ കൂടി എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ കേട്ടതാണ്. ഓക്കെ, അപ്പൊ നോക്കാം നിങ്ങൾ കേട്ടത് ശരിയാണോന്ന്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിരവധി മാതാക്കളിലൂടെ മനുഷ്യ പക്ഷി മൃഗാദികളായ ജീവികൾ ജനിച്ചു എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ആ ജീവികൾക്കെല്ലാം പിതാവായ താപസന്റെ പേരെന്ത്? എ. ഭൃഗു, ബി. ക്രതു, സി. അങ്കിരസ്, ഡി. കശ്യപൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കശ്യപൻ. ഡി. കശ്യപൻ. ഉറപ്പാണ്? ആള് പറഞ്ഞോണ്ട് ഉറപ്പാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു ഡി. കശ്യപൻ. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ലക്ഷ്മണൻ തന്നെ വെട്ടി പരിക്കേൽപ്പിച്ചത് എന്തിനായിരുന്നു എന്നാണ് ശൂർപ്പണഖ രാവണനോട് പറയുന്നത്? എ. തന്നെ വിവാഹം കഴിക്കാൻ അപേക്ഷിച്ചതുകൊണ്ട്, ബി. സുന്ദരിയായ സീതയെ രാവണന്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചതുകൊണ്ട്, സി. സീതയെ ആക്രമിച്ചതുകൊണ്ട്, ഡി. ലക്ഷ്മണനെ വരിക്കാൻ ആശിച്ചതുകൊണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോന് രാവണനോട് പറയണതാണ് കേട്ടോ. അടിക്കടാ, അടിക്ക്. അവരൊരു അടികൂടെ നമുക്ക് ശരിയാക്കാം. ആ, സി. ബി. ബി. സി. ബി. അയ്യോ, ടൈം ടൈം ടൈം. വേഗം വേഗം പെട്ടെന്ന് പറ. നിങ്ങൾ നിങ്ങളൊരു സമവായം ഉണ്ടാക്കണം. നിങ്ങളൊരു സമവായം ഉണ്ടാക്കണം. ടൈം പോയി, ടൈം പോയി പെട്ടെന്ന്. ബി. 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 100% ബി ഉറപ്പിക്കുകയാണ്. സുന്ദരിയായ സീതയെ രാവണന്റെ ഭാര്യയാക്കാൻ ശ്രമിച്ചത് കൊണ്ട്. ബി ആണ് ഉറപ്പിച്ചേ. ഒരു മാല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ടുപേരും കൂടി അണിയിച്ചേനെ. നമുക്ക് ബി പറഞ്ഞ ഒരു നിമിഷം. ബി പറഞ്ഞ രാഹുലിന്റെ വാദവും സി പറഞ്ഞ
അതൊന്ന് കേൾക്കാം. ആദിദേവിന്റെ ഭാഗവും നമുക്കൊന്ന് കേൾക്കണം. ഇയാളുടെ ഇത് പറഞ്ഞ ഫസ്റ്റ്. സീതയെ ആക്രമിച്ചത് കൊണ്ട് എന്നല്ല പറയുന്നത്. ആ നിന്റെ പത്നിയാക്കാൻ പറ്റുന്നവളെ ഞാൻ കൊണ്ടുവന്നിടുവാൻ ഒരുമ്പെട്ടേൻ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മണൻ രാഘവ നിയോഗത്താൽ കുജനാസികാഛേദം നടത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് താങ്കൾ ബി പറഞ്ഞത്. താങ്കൾ സി പറഞ്ഞ എന്തുകൊണ്ടാണ്? ശൂർപ്പണക എന്ന അവളെ ഛേദിച്ചത് കൊണ്ടാണ്, അല്ല, ശൂർപ്പണക സീതയെ ആക്രമിച്ചത് കൊണ്ടാണ് ലക്ഷ്മണൻ എതിർത്തത്. ശ്രീരാമൻ തടുത്തപ്പോൾ തന്നെ ലക്ഷ്മണൻ അവളുടെ നാസികയും ചെവിയും ഛേദിക്കുന്നുണ്ട്. അത് വസ്തുതയാണ്, അത് വസ്തുത തന്നെയാണ്. അപ്പോൾ അവിടെ ഛേദിക്കുന്നുണ്ട്. ചോദ്യം ശൂർപ്പണക സിമ്പതി ഉണ്ടാക്കാൻ രാവണനോട് എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. വേണോ? അതാണ് രാഹുൽ മോൻ പറയുന്നതിൽ അപ്പുറം കേക്കരുത്. രാഹുൽ മോൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സീതാന്വേഷണത്തിന് സുഗ്രീവനുമായി സഖ്യം ചെയ്യണമെന്ന് രാമനോട് നിർദ്ദേശിക്കുന്നതാര്? എ കബന്ധൻ, ബി ലക്ഷ്മണൻ, സി ജടായു, ഡി മാതംഗമുനി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ കബന്ധൻ. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. എ കബന്ധൻ. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. പൃഥ്വി പുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാദാഗ്രേ കണ്ടു പർവ്വത മുകളിൽ സീത കണ്ടത് എന്താണ്? എ കൊടിക്കൂറ, ബി ജടായുവിനെ, സി രാമലക്ഷ്മണന്മാരെ, ഡി പഞ്ചവാനരന്മാരെ. ഡി. ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറയുന്ന ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ തരും നിങ്ങൾക്ക്. എന്റെ വക ഞാൻ 10 അങ്ങോട്ടേക്ക് ഒരു സെക്കൻഡ് തരും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി പഞ്ചവാനരന്മാരെ. ഡി പഞ്ചവാനരന്മാരെ. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. എന്നാ പിന്നെ നോക്കണ്ട. അവരാരൊക്കെയാ ഈ പഞ്ചവാനരന്മാർ? സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ, ജ്യോതിർമുഖി, വേഗദർശി. ക്ലാപ്പ് ചെയ്യാൻ പറ്റാതെ അശക്തരായി പോയി. അത് കേട്ടപ്പോ ക്ലാപ്പ് ചെയ്യാൻ മറന്നുപോയതാ. സത്യം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. കൊട്ടാരത്തിലെങ്ങും ഒരു ആഘോഷത്തിന്റെ മേളമാണ്. അന്നം കഴിക്കാൻ എത്തുന്നവർ, ദക്ഷിണ വാങ്ങാൻ എത്തുന്നവർ, ദാനധർമാദികൾ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു. അപുത്രതാ ദുഃഖം അദ്ദേഹത്തെ നന്നായി അലട്ടിയിരുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, എന്നെയും. എന്റെ വിവാഹം കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞ് ഞാൻ പ്രസവിച്ച പെൺകുഞ്ഞ് ശാന്ത എന്റെ പൊന്നോമന. എന്നാൽ അവളെ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യനും അംഗരാജാവുമായ ലോമപാദന് ദത്തു നൽകി. ഞങ്ങൾക്കിനിയും പുത്രന്മാരുണ്ടാകുമല്ലോ എന്ന ധാരണയിൽ. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ അപുത്രതാ ദുഃഖം ഞങ്ങളെ കൂടുതൽ ദുഃഖത്തിലാക്കി. അതിന് പരിഹാരമായി എന്നിൽ കുറ്റം ആരോപിച്ച് അദ്ദേഹം മറ്റൊരു വിവാഹത്തിനൊരുങ്ങി. ഞാൻ ഈ കാണുന്ന മേളമെല്ലാം പുതിയ പത്നിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ്. ഞാൻ പരിതപിച്ചില്ല. എന്നാൽ ഈ വംശം അന്യം നിന്ന് പോകരുതല്ലോ. അങ്ങനെ കേകേയ പുത്രിയായ കൈകേയിയെ അദ്ദേഹം വിവാഹം ചെയ്തു. അവൾ സൗന്ദര്യവതിയും തന്ത്രജ്ഞാനമുള്ളവളുമായിരുന്നു. അവൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കാമുകിയുമായി വാണു. എന്നാലും പട്ടമഹർഷി സ്ഥാനം എന്നിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. കാലം കഴിഞ്ഞു. കൈകേയിയും പ്രസവിച്ചില്ല. അങ്ങനെ സുമിത്രയെ വിവാഹം ചെയ്തു. അപ്പോഴും ഞാൻ കലഹിച്ചില്ല.
കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അങ്ങനെ സൂര്യവംശ രാജാവായ ദശരഥ മഹാരാജാവിന്റെ പ്രഥമ മധുവായി ഞാൻ അയോധ്യയിൽ കഴിഞ്ഞു. കോസലപുത്രിയായ ഞാൻ അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിനായി നിലകൊള്ളുന്നു. അപുത്രതാ ദുഃഖത്തിന് അറുതി വരുത്തുവാൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്ന് പുറത്തു വന്ന ദേവൻ നൽകിയ പാൽപായസത്തിന്റെ പ്രഥമ ഭാഗം അദ്ദേഹം എനിക്കാണ് നൽകിയത്. മാത്രവുമല്ല, യുദ്ധരംഗങ്ങളിലും കാമതന്ത്രങ്ങളിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച കൈകേയിയേക്കാളും പുത്രകാമേഷ്ടി യാഗാദികളിൽ പട്ടമഹിഷ്ടിയായി എന്നെ മാത്രമേ ഗണിച്ചിരുന്നുള്ളൂ. ഗുരുവിനും പൗരന്മാർക്കും അന്തപുര നിവാസികൾക്കേവർക്കും എന്നോടായിരുന്നു കൂടുതൽ മമത. അതുകൊണ്ടാണല്ലോ 7 മതിലുകളാൽ സുരക്ഷിതമാക്കപ്പെട്ട സാങ്കേത രാജധാനിയിലെ അരമനകളിൽ ഏറ്റവും വലുതും തലയെടുപ്പുമുള്ളതാണ് എന്റെ കോവിലകം. ആ കോവിലകത്തിലെ അന്നശാലയിൽ എപ്പോഴും സംതൃപ്തരായ സാധുജനങ്ങളുടെ ജയ ജയ ശബ്ദം. കൂടാതെ താപസന്മാരും ഭിക്ഷുക്കളും ബ്രാഹ്മണരും വരുകയും പോവുകയും ചെയ്യുന്നു. അവിടെ രാജസഭയിലെ ചർച്ചാ വിഷയം രാമനെ രാജാവാക്കി അഭിഷേകം ചെയ്യുക എന്നതായിരുന്നു. എത്രയും വേഗം അഭിഷേകം നടക്കട്ടെ. അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളായി. എന്റെ മനസ്സ് സന്തോഷം കണ്ട് കൈലാസത്തോളം ഉയർന്നു. എന്നെപ്പോലെ തന്നെ അയോധ്യാപുരിയിലെ ആബാല വൃദ്ധജനങ്ങളും ആഹ്ലാദത്തിലായി. അപ്പോൾ എന്റെ പുത്രൻ രാമൻ അറയിലേക്ക് കടന്നു വരുന്നു. കാൽ തൊട്ട് വന്ദിച്ച്, മാതാ അനുഗ്രഹിക്കണം. പിതാവ് മാതാ കൈകേയിക്കു നൽകിയ വരം പരിപാലിക്കുവാൻ വേണ്ടി ഞാൻ 14 വർഷ വനവാസത്തിന് യാത്രയാകുന്നു. ഒപ്പം വൈദേഹിയും ലക്ഷ്മണനും. അനുഗ്രഹിച്ചാലും. അങ്ങനെ വിറയാർന്ന മനസ്സോടെ, തളർന്ന ശരീരത്തോടെ, നിറഞ്ഞ കണ്ണീരോടെ ഞാൻ എന്റെ രാമനെ യാത്രയാക്കി. പകച്ചു നിന്ന എന്റെ അടുത്തേക്ക് അപ്പോൾ അതാ, അയ്യോ എന്ത് പറ്റി പറയൂ. ഞാൻ വേഗം ശയ്യ ഒരുക്കി കൊട്ടാര വൈദ്യനെ വരുത്തിട്ട് ഞാൻ ആളെ അയച്ചു. ഞാൻ എന്റെ മടിയിൽ കിടത്തി കുറച്ച് ജലം ഞാൻ പകർന്നു. പിന്നെ ആ കണ്ണുകൾ അടഞ്ഞു എന്നേക്കുമായി. ജീവച്ഛവമായി കാത്തിരുന്ന നീണ്ട 14 വർഷങ്ങൾ. എന്റെ ഇരുളു വീണ ജീവിതത്തിന് അന്ത്യമായത് രാമനും ലക്ഷ്മണനും സീതയും പുഷ്പക വിമാനത്തിൽ അയോധ്യയിൽ എത്തിയപ്പോൾ മാത്രമാണ്. സന്തോഷാധിക്യത്താൽ കണ്ണീരോടെ ഞാനും കാത്തിരുന്നു. ഒരു രാജമാതാവായിട്ടല്ല, ഒരു സാധാരണ പ്രജയായി വിധി കാത്തുവച്ചിരിക്കുന്ന വരും വരായികൾക്കായി ഈ കൗസല്യ പ്രണമിക്കുന്നു. ലിംഗാദി ബ്രഹ്മാന്തമാമ വിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. ആശയം വിശദീകരിച്ചോളൂ. ലക്ഷ്മണന് ജീവിതത്തിലെ തത്വം എന്താണെന്ന് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. ലിംഗശരീരം മുതൽ ബ്രഹ്മം വരെയുള്ള അവിദ്യയുടെ രൂപങ്ങളും നമ്മുടെ കർമ്മങ്ങളിൽ നമുക്കുള്ള ആ ഒരു ബോധം അത് ഉണ്ടാക്കുന്നതും വിദ്യയാണ്. ജ്ഞാനരൂപിണിയായ വിദ്യയാണ്. വിദ്യ നമുക്ക് ആനന്ദവും പകർന്നു തരുന്നു.
ഈ ലോകമെന്ന് പറയുന്നത് മായയാണ്. മായ കാരണമാണ് ഈ ലോകം ഇവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. ഇതിനെ സമർത്ഥിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു കയർ കഷ്ണം കാണുമ്പോൾ നമുക്കത് പാമ്പാണെന്ന് തോന്നുന്നു. അത് മായയാണ്. യഥാർത്ഥത്തിൽ അത് അവിടെ പാമ്പല്ല, കയർ തന്നെയാണുള്ളത്. ഇത് സാധാരണയായി മായയും വിഷു മായയാണ് എന്ന് സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇതാണ് ലക്ഷ്മണനോട് ശ്രീരാമൻ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാനൊരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമവനതിനാരെന്നു തിരഞ്ഞിരിക്കുന്നേരമിപ്പോൾ. നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളുമവനില്ല സംശയമേതും. ഇവിടെ ശൂർപ്പണഖയെ ഒരു സ്ത്രീ എന്നതിനപ്പുറം കാമത്തിൻ്റെ അല്ലെങ്കിൽ തൃഷ്ണയുടെ പ്രതീകമായിട്ടാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത്. കാമം ആസക്തിക്ക് വഴിവെക്കും. അമിതമായ ആസക്തിയാണ് നമ്മെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഇവിടെ ശൂർപ്പണഖയുടെ അംഗച്ഛേദം നടത്തുന്നതിലൂടെ ശ്രീരാമചന്ദ്രൻ കാമത്തിൻ്റെ അല്ലെങ്കിൽ തൃഷ്ണയുടെ അംഗച്ഛേദമാണ് നടത്തുന്നത്. മറ്റൊരർത്ഥം കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. കാമം നമ്മുടെ മുമ്പിൽ എത്തുന്ന എപ്പോഴും സുന്ദരമായ ഒരു മൂടുപടം അണിഞ്ഞായിരിക്കും. ആ മൂടുപടത്തിൽ നാം മോഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മോഹമായയുടെ പാശത്തിൽ ബന്ധിക്കപ്പെട്ടു പോകും. കാമമോഹിതങ്ങളെ ഇല്ലാതാക്കുക എന്ന മഹത്തായ സന്ദേശവും മുന്നറിയിപ്പുമാണ് എഴുത്തച്ഛൻ ഈ കാവ്യശകലത്തിലൂടെ മാനവരാശിക്ക് തന്നെ പറഞ്ഞു നൽകുന്നത്. സുന്ദരമായ മായയുടെ മോഹവലയത്തിൽപ്പെടാതെ ആ മായയെ ത്യജിക്കാൻ നാം ഈ കാവ്യശകലത്തിലൂടെ പഠിക്കണം. ഈ കാവ്യശകലം എന്നും അപഗ്രഥനം ചെയ്യുന്നവരെ മോഹമായയോ കാമമോ തൃഷ്ണയോ ഒന്നും ബാധിക്കില്ല. നമുക്ക് അലൗകിക ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു ചെല്ലാനും ആത്മജ്ഞാനം നേടിയെടുക്കാനും അതുവഴി മുക്തിയിലേക്ക് കടക്കാനും സാധിക്കും. അർജുന, കർണനതാ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഉത്തരവാദം കൊണ്ട് ദുഃഖിതനാണ് അവൻ വരുന്നത്. നിനക്കല്ലാതെ മറ്റാർക്കും കർണന്റെ അസ്ത്രങ്ങളെ തടുക്കുവാൻ കഴിയില്ല. ഇനി ഒട്ടും വൈകാതെ അവനെ വധിക്കുകയേ വേണ്ടു. ദേവന്മാരും മഹേശ്വരൻ നൽകിയ വരങ്ങളെല്ലാം ഇപ്പോൾ സഫലമാകട്ടെ. അതെ കൃഷ്ണ, അങ്ങ് പറയുന്നത് ശരിയാണ്. രഥം വേഗം കർണന്റെ അടുത്തേക്ക് തെളിക്കൂ. ഇന്ന് നാം കർണനെ വധിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ വധിക്കും. ത്രൈലോക മോഹനവും ഘോരവുമായ യുദ്ധം അടുത്തിരിക്കുന്നു. ഇന്നിതിനൊരു അവസാനം കുറിക്കണം. ഹേ കർണ, ഖാണ്ഡീവധാരിയായ നാം ഇന്നും നിന്നെ വകവരുത്തും. പാഞ്ചാലിയോടും എന്റെ സഹോദരന്മാരോടും നീ ചെയ്ത ചതിക്ക് ഇന്നു ഞാൻ പകരം ചോദിക്കും. അർജുന, നിന്റെ കയ്യിൽ ഗാണ്ഡീവം ഉള്ളതുപോലെ എന്റെ കയ്യിൽ വിജയം എന്ന വില്ലുണ്ട്. യുദ്ധസാമർത്ഥ്യത്തിൽ നീ എന്നേക്കാളും താഴെയാണ്. അതുകൊണ്ട് നമുക്ക് നിന്നെ തെല്ലും ഭയമില്ലെന്നറിയുക. സൂതപുത്ര, നിന്റെ ഈ ആത്മപ്രശംസ പാർത്ഥന് മുന്നിൽ നിഷ്ഫലമാണ്. യുദ്ധവീരനായ കിരീടി എവിടെ? വീരും നരാധവനുമായ നീ എവിടെ? സിംഹത്തിന് മുന്നിൽ കുറുക്കനെത്തിയാലുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. ശല്യരെ, അങ്ങന്റെ സാരഥിയോ അതോ അർജുന പക്ഷക്കാരനോ? എന്റെ വീര്യത്തെ തളർത്തുന്ന രീതിയിലുള്ള സംസാരം ഉചിതമല്ലെന്നറിയുക. കർണ, സാരഥി രതിയേക്കാൾ
നീ അത് മറക്കരുത്. നിന്റെ ആത്മപ്രശംസ ആരോചകമാണ്. ശല്യരെ, അങ്ങ് കണ്ടുകൊള്ളുക നാം എപ്രകാരമാണ് അർജുനനെ വധിക്കുക എന്ന്. അർജുന, കർണൻ അജയനായ യോദ്ധാവാണ്. പല ഉത്തമ ഗുണങ്ങളുള്ള കർണൻ ദുര്യോധനോടൊപ്പം ചേർന്നത് കൊണ്ടാണ് ശോഭിക്കാതെ പോയത്. അതിനാൽ രാധേനെ നിസ്സാരമായി കാണരുത്. കൃഷ്ണ, അങ്ങ് എന്നെ കൂടെ ഉള്ളിടത്തോളം എനിക്ക് ഭയമില്ല. അങ്ങനിൽ പ്രീതനായിരിക്കുമ്പോൾ എനിക്ക് ജയം സിദ്ധിക്കാതെ വരുമോ? ഇതാ ഞാൻ ശരിക്കുമുള്ള യുദ്ധം ആരംഭിക്കുമെന്ന്. അർജുന, വീരുവിനെ പോലെ തളർന്നിരിക്കാതെ യോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്യൂ. അർജുന, കിരാതമൂർത്തിയായ മഹാദേവനുമായി യുദ്ധം ചെയ്തപ്പോഴുള്ള ധൈര്യം എവിടെ പോയി? നിന്റെ ഗാണ്ഡീവത്തിന് ശക്തി പോരെങ്കിൽ ഇതാ എന്റെ സുദർശനം എടുത്തുകൊള്ളൂ. കർണ, പാർത്ഥൻ അധൈര്യനായിരിക്കുകയാണ്. വേഗം ഈ അവസരം വിനിയോഗിക്കൂ. പാർത്ഥനെ വധിക്കൂ. ഏയ്, ധൈര്യവാനാകൂ. യുദ്ധം തുടരൂ. അർജുന, ക്ഷമിക്കൂ, അല്പം ക്ഷമിക്കൂ. ഈ ഭൂമിയിൽ ആണ്ടുപോയ ചക്രത്തോട് കൂടുകളുടെ ഈ രഥം ഞാനൊന്ന് ഉയർത്തട്ടെ. അതുവരെ ഒന്ന് ക്ഷമിക്കൂ, അല്പം ക്ഷമിക്കൂ. നീ അധർമ്മം പ്രവർത്തിക്കരുത്. അധർമ്മികളുടെ പാത നീ സ്വീകരിക്കരുത്. കർണ, നീ ഇപ്പോൾ ധർമ്മത്തെ പറ്റി പറയുന്നു. ഏകവസ്ത്രധാരിയായിരുന്ന പാഞ്ചാലി അപമാനിച്ചപ്പോഴും കള്ളച്ചൂതിൽ ധർമ്മപുത്രരെ തോൽപ്പിച്ചപ്പോഴും ബാലനായ അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽപ്പെടുത്തി കൊന്നപ്പോഴും ഈ ധർമ്മം എവിടെയായിരുന്നു? അപ്പോഴൊന്നുമില്ലാത്ത ധർമ്മം ഇവിടെ എന്തിന്? അർജുന, ഇനി ഒട്ടും വൈകാതെ അവനെ വധിക്കൂ. ആഞ്ജലിയം എന്ന തീക്ഷ്ണ ബാണത്തെ മഹേന്ദ്രാസ്ത്രത്തോടു കൂടി ഇവനിൽ പ്രയോഗിക്കുക. അർജുന, അരുത്, നീ അധർമ്മികളുടെ പാത സ്വീകരിക്കരുത്. അർജുന, അരുത്, 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 അരുത്. അർജുന, നീ അധർമ്മിയാണ്. നിരായുധനായ എന്നെ വധിച്ചത് അധർമ്മമാണ്. ദുര്യോധന, അങ്ങേക്ക് നൽകിയ വാക്ക് എനിക്ക് പാലിക്കാനായില്ല. മാപ്പ്, മാപ്പ്. അമ്മേ കുന്തി ദേവി, അവിടത്തേക്ക് ഇപ്പോഴും 5 മക്കൾ. 5 മക്കൾ, 5 മക്കൾ. ഇത് ധർമ്മമല്ല, അധർമ്മമാണ്. മകനെ, നിനക്ക് നാം മുന്നറിയിപ്പ് തന്നതല്ലേ? പക്ഷെ നീ അതൊന്നും വിശ്വസിച്ചില്ല. ഹേ കർണ, പിടർന്ന മാറോട് കൂടിയവനും താമര കണ്ണനും ഉരുക്കിയ സ്വർണത്തിന്റെ നിറത്തോട് കൂടിയവനുമായ നീ പാർത്ഥശരങ്ങളേറ്റ് ഈ ഭൂമിയിൽ വീണ് കിടക്കുന്നത് കാണാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ എന്റെ രശ്മികളെ ചുരുക്കി പതുക്കെ പതുക്കെ മായുന്നു. അതിസൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു അപൂർവ പ്രതിഭാസമാണ് ഗുരുശിഷ്യ ബന്ധമെന്ന് പറഞ്ഞാൽ. എള്ളുമണികളിൽ എപ്രകാരമാണോ എണ്ണ പൂരിതമായിരിക്കുന്നത്, അതുപോലെ ലോകത്തെ സർവ്വസൃഷ്ടിയും ഈശ്വരനാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട ആളാണ് ഗുരു. പണ്ട് ഗുരുകുല സമ്പ്രദായമല്ലായിരുന്നു. അവിടെ ശിഷ്യന്മാർ ഗുരുന്മാരോടൊപ്പം ജീവിക്കുകയും ജീവിതം എന്തെന്ന് പഠിക്കുകയും ചെയ്യും. എന്നാൽ ഏകലവ്യന് അത് കിട്ടിയിട്ടില്ല. ജ്ഞാനവും കഴിവും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അത് ശ്രേഷ്ഠമാവുകയുള്ളൂ. ജ്ഞാനമില്ലാതെ കഴിവ് വളർന്നു പോയാൽ അതൊരിക്കലും ശ്രേഷ്ഠമാകില്ല. അത് നമുക്ക് ഏകലവ്യൻ്റെ പ്രവൃത്തിയിൽ കാണാം. കാരണം കുറച്ചുകൊണ്ടിരിക്കുന്ന നായെ കല്ലെറിഞ്ഞ് ഒട്ടിക്കാമായിരുന്നു, അതിനെ നേരെ അസ്ത്രം പ്രയോഗിച്ചു. അത് ഏറ്റവും വലിയ തെറ്റാണ്. മൃഗങ്ങളെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ കൊല്ലുന്നതിന് അത്രയും പാവകരമാണ്. അതായത് ദ്രോണർക്ക് ഉപദേശിച്ചിട്ടില്ല ഏകലവ്യനെ നേർവഴിക്ക് പോകണമെന്നും താൻ പഠിച്ച വിദ്യ എവിടെ ഉപയോഗിക്കണമെന്നും എവിടെ ഉപയോഗിച്ചുകൂടാണെന്നും. ആ ഒരു കുറവ് ഏകലവ്യനിലുണ്ട്. അതുകൊണ്ടാണ് ദ്രോണർ ഏകലവ്യരുടെ പെരുവിരൽ അർത്ഥ വാങ്ങിച്ചത് ഗുരുദക്ഷിണയായി. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഏകലവ്യനോട് ദ്രോണർ പെരുവിരൽ ചോദിച്ചതിന് കാരണം ഏകലവ്യന് ജ്ഞാനമില്ല. ജ്ഞാനമില്ലാതെ കഴിവ് വളർന്നു വന്നാൽ അത് അധർമ്മത്തിലേക്ക് വഴികാട്ടുകയും ചെയ്യും.
അതുകൊണ്ട് അവൻ്റെ സാമർഥ്യം അല്പം കുറയ്ക്കണം എന്ന് കരുതി മാത്രമാണ് ദ്രോണർ ഏകലവ്യനോട് പെരുവിരൽ ചോദിച്ചത്. ദ്രോണർ ഒരിക്കലും ഏകലവ്യനെ ശിഷ്യനായി മാനിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ഗുരുദക്ഷിണ ചോദിക്കാനുള്ള അവകാശം ദ്രോണർക്കില്ല. ദ്രോണർ ഒരിക്കലും അവകാശം പറയുന്നില്ലല്ലോ ഏകലവ്യൻ തൻ്റെ ശിഷ്യനാണെന്ന്. ഏകലവ്യൻ തന്നെയല്ലേ പറയുന്നത് ദ്രോണരാ ശിഷ്യനെന്ന്. പിന്നെ എന്തുകൊണ്ട് ദ്രോണർക്ക് ചോദിച്ചുകൂടാ? ശിഷ്യൻ തന്നെ സ്വയം സമ്മതിച്ചു, പിന്നെ എന്തുകൊണ്ട് ഗുരുവിന് ചോദിച്ചുകൂടാ? അല്ലാതെ ഗുരു ചാടിക്കേറി പറഞ്ഞല്ലോ. ഗുരുദക്ഷിണ ചോദിച്ച് വാങ്ങാൻ പാടുള്ളതല്ല. ഗുരുവല്ല, ഗുരുദക്ഷിണ ചോദിച്ച് വാങ്ങാനും പാടില്ല. ഗുരുദക്ഷിണ എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ചോദിക്കാവൂ. അതായത് ഇരിപ്പിടം, ചെരുപ്പ്, സ്വർണം, ഭൂമി, ഭക്ഷണം എന്നിവയാണ്. മനുസ്മൃതിയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെവിടെയും അവയവമെന്ന് പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഇത് ചോദിച്ച ഒരു ദാനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഗുരുദക്ഷിണ എന്ന് പറഞ്ഞ വാക്ക് അവിടെ വളരെ തെറ്റ് തന്നെയാണ്. ദ്രോണർ പറയുന്നത് ഗുരുദക്ഷിണ തരൂ, ഞാൻ നിൻ്റെ ഗുരുവാണെങ്കിൽ നീ എനിക്ക് ഗുരുദക്ഷിണ തരൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ദ്രോണർ പറഞ്ഞിട്ടില്ല നീ എനിക്ക് ഇപ്പൊ തന്നെ ഗുരുദക്ഷിണ തരണമെന്ന്. ഏകലവ്യൻ അങ്ങോട്ട് പോയി പറയുകയാണ്, അങ്ങാണ് എൻ്റെ ഗുരു, അങ്ങാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞു. അങ്ങേക്ക് എന്ത് ഗുരുദക്ഷിണ വേണമെങ്കിലും ഞാൻ തരാം, അങ്ങ് പറയൂ ഞാൻ തരാം എന്ന് പറഞ്ഞു. അന്നേരം അതൊരിക്കലും അധർമ്മമാവുകയില്ല. എന്നാൽ ഗുരുദക്ഷിണ ചോദിക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് പെരുവിരൽ എന്തിനാണ്? അത് അദ്ദേഹത്തിന് നിലനിൽപ്പുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരു അസ്ത്രം ചെയ്യാൻ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് പെരുവിരലാണ്. അതുകൊണ്ട് അവിടെ സാമർഥ്യം കുറയ്ക്കുകയാണ് അവൻ്റെ. അർജുനനോടുള്ള അമിത വാത്സല്യം കാരണമാണ് അദ്ദേഹം ചോദിച്ചത്, അല്ലാതെ ഇങ്ങനെയൊന്നുമല്ല. അർജുനനോടുള്ളൊരു പക്ഷപാതവും പിന്നെ അർജുനൻ വഴി തന്നെ ധ്രുപദനോടുള്ള പക വീട്ടാനുള്ള ഒരു മാർഗമൊക്കെയായിരുന്നു അത്. നമുക്കറിയാം ദ്രോണർ അർജുനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഏകലവ്യന് മുമ്പേ ദ്രോണർ കണ്ടുമുട്ടുവാണെങ്കിൽ ഏകലവ്യന് ആ വാക്ക് കൊടുത്തേനെ. ഒരു ഗുരുവിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ കൊടുത്ത വാക്ക് പാലിക്കണമെന്നാണ്. എന്നാൽ അർജുനനെ കൂടുതൽ സമർത്ഥനാക്കുകയായിരുന്നു വേണ്ടത്. ഏകലവ്യൻ്റെ വിരൽ മുറിച്ച് ഏകലവ്യന്റെ സാമർഥ്യം കുറയ്ക്കുകയല്ല. അർജുൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നീയാണ് ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠപരമായിട്ടുള്ളത്. അതുപോലെ ഗുരുവിൻ്റെ അവകാശമില്ലാതെ ഗുരുവിൻ്റെ വിദ്യ മോഷ്ടിച്ച് പഠിച്ച ഏകലവ്യനോട് പിന്നെ എന്താണ് കാണിക്കേണ്ടത്? ഓക്കെ, ഞാൻ ഇടപെടുന്നു. അതിൽ കൈലാസം നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ എനിക്ക് ഗുരുദക്ഷിണ വേണം ചോദിച്ചില്ല എന്ന് പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഗുരുദക്ഷിണ വേണം എന്ന് ചോദിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അർജുനനോടുള്ള അമിത വാത്സല്യം മാത്രമല്ല, അർജുനൻ്റെ വിഷമം കണ്ടിട്ട് എന്നെക്കാളും മറ്റൊരുവൻ ഈ വിദ്യയിൽ അഗ്രഗണ്യനായി എന്നറിഞ്ഞതിലുള്ള വിഷമം കണ്ടിട്ടാണ് ദ്രോണൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ രണ്ട് വിഷയങ്ങളും നിങ്ങൾക്ക് ഇനിയും തുടരാം, സംവാദം തുടരാം. അങ്ങനെ ഏകലവ്യന് അർജുനന് ഓൾറെഡി ആ വാക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വാക്ക് പാലിക്കുന്ന ഒരു ഗുരുവിൻ്റെ ധർമ്മമല്ലേ? അത്രേ ചോദിക്കുന്നത്. വാക്ക് പാലിക്കുന്ന ഒരു ഗുരുവിൻ്റെ ധർമ്മമാണോ? ആണ്. പക്ഷേ അദ്ദേഹം സാമർഥ്യം കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? സാമർഥ്യം കുറയ്ക്കുകയാണ് ചെയ്തത്. കാടിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. എന്തായാലും കാട്ടിൽ മനുഷ്യരൊന്നും ഇല്ലല്ലോ അസ്ത്രവിദ്യ ചെയ്ത് പരിശീലിപ്പിക്കാൻ. പാവപ്പെട്ട മൃഗങ്ങളെ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോയ മൃഗങ്ങളുടെ അവസ്ഥ എന്താകും? കുറച്ചുകൊണ്ടിരിക്കുന്ന നായുടെ മേൽ 7 അമ്പുകൾ, നാളെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കൊല്ലുന്നതിൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗമാണ് അവിടെ പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ട് ഏകലവ്യൻ്റെ വിരൽ മുറിച്ച് വാങ്ങിയത്. അതായത് അർജുനന് ഒരു അപകർഷതാബോധം തോന്നിയാൽ അദ്ദേഹം ഹസ്തിനപുരിയിൽ പോയി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടും, അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗം അവിടെ പോകും. അദ്ദേഹം പരമദാരിദ്ര്യത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ജോലിയുടെ മഹത്വം അറിയാം. സമയം അവസാനിച്ചിരിക്കുന്നു. മാനവശ്രേഷ്ഠനായ രാമചന്ദ്രനും തഥാ ജാനകീ ദേവിക്കുമോരോ നാളുണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എത്രയും കഷ്ടം കഷ്ടം. ദുഷ്കർമ്മം കുറഞ്ഞോന്നു ചെയ്തിട്ടില്ലല്ലോ താനും. ജ്യേഷ്ഠത്തി, നമ്മൾ ഗംഗാനദി കടന്നു വന്നിരിക്കുകയാണ്. ഇവിടം മുതൽ ഋഷികവാടങ്ങൾ ആരംഭിക്കുന്നു. അതാ ആ വഴി പോയാൽ ഭരദ്വാജാശ്രമം. ഇത് ചിത്രകൂടത്തിലേക്കുള്ള വഴി. അവിടെയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമം. ലക്ഷ്മണ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? ആര്യപുത്രനൊപ്പം നമ്മൾ ഒന്നിച്ചല്ലേ ഈ വഴികളൊക്കെ സഞ്ചരിച്ചത്? അതേ ജ്യേഷ്ഠത്തി, പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് മുനിപത്തിമാർക്ക് നൽകുവാനുള്ള ആഭരണങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളുമാണ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഇതെല്ലാം മുനിപത്നിമാർക്ക് കൊടുത്ത് ഇന്നത്തെ ഈ പകലും രാത്രിയും അവർക്കൊപ്പം ചെലവഴിച്ച് നാളെ മടങ്ങും അല്ലേ? വരൂ. ജ്യേഷ്ഠത്തി,
അതിന് കുമാര, നീ എന്തിനു കരയുന്നു? മുനിവാടങ്ങൾ സന്ദർശിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈ വന്യപ്രകൃതി ആശ്വാസം തരുന്ന ദൃശ്യമല്ലേ? ജ്യേഷ്ഠത്തി, എല്ലാം നല്ലത് തന്നെ. പക്ഷേ എന്തു പക്ഷേ? അല്ലെങ്കിൽ തന്നെ ഒരു ദിവസത്തെ കാര്യം. വരൂ. ജ്യേഷ്ഠത്തി, ഞാൻ പിരിയുന്നത് ജ്യേഷ്ഠനെ അല്ല, ജ്യേഷ്ഠത്തിയാണ്. ജ്യേഷ്ഠത്തി പിരിയുന്നത് ഞങ്ങൾ എല്ലാരെയുമാണ്. ലക്ഷ്മണ, ഈ സമയത്ത് സൂര്യവംശ പരമ്പരയെ ഗർഭത്തിലേറ്റ ഈ വേളയിൽ എന്തു കാരണത്താലാണ് ആര്യപുത്രൻ എന്നെ ഉപേക്ഷിക്കുന്നത്? പറയൂ, പറയൂ ലക്ഷ്മണ. ജ്യേഷ്ഠത്തി, നഗരപരിശകൾ അവിടത്തെ കുറിച്ച് അപവാദം പറയുന്നു. രാമരാജ്യത്തിൽ പ്രജാഹിതം രാജഹിതത്തെക്കാൾ മുകളിലാണെന്ന് അവിടത്തേക്ക് അറിവുള്ളതല്ലേ? ജ്യേഷ്ഠത്തിയുടെ പരിശുദ്ധി ബോധ്യമുണ്ടെങ്കിലും പ്രജാഹിതം അറിയുന്ന ജ്യേഷ്ഠൻ അവിടുത്തെ ഉപേക്ഷിക്കുന്നു. ഇതാരായിരിക്കും? മഹർഷിയോട് പോയി പറയാം. ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠനെ അവിടുന്ന് തെറ്റിദ്ധരിക്കരുതേ. ലോകാപവാദ ഭയം കൊണ്ട് മാത്രമാണ് ജ്യേഷ്ഠൻ ഇതിന് മുതിരുന്നത്. ജ്യേഷ്ഠത്തി, അവിടെയാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമം. ജ്യേഷ്ഠത്തി അങ്ങോട്ട് പോയാൽ നന്നായിരിക്കും. ലക്ഷ്മണ, നിരന്തരം പീഡനങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ജന്മമാണല്ലോ എന്റേത്. നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നല്ലതൊന്നുമില്ലാത്ത, ജീവനിൽ ആശയില്ലാത്ത എനിക്ക് ഇപ്പോൾ തന്നെ ഈ ഗംഗാഹൃദയത്തിൽ ജീവൻ സമർപ്പിച്ച് മുക്തയാകാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ ഭർത്താവിന്റെ വംശം പരിഹസിക്കപ്പെടുമെന്ന ഒറ്റ കാരണത്താൽ ഞാൻ അതിന് മുതിരുന്നില്ല. രാജകൽപ്പന നിറവേറ്റി കഴിഞ്ഞെങ്കിൽ നിനക്ക് മടങ്ങാം. ജ്യേഷ്ഠനോട് ഒന്ന് മാത്രം പറയുക. ഉഴുവുചാലിൽ പിറന്ന ഇവൾ ശുദ്ധയാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സർവപ്രകാരത്തിലും വിശുദ്ധയാണ്. അത് മാത്രം ജ്യേഷ്ഠനോട് പറയുക. പോയിക്കൊള്ളുക. ജ്യേഷ്ഠത്തി, മകളെ, നീ സീതയാണെന്ന് നമുക്കറിയാം. ഗംഗാതീരത്ത് ദേവതുല്യായ ഒരു യുവതി വിലപിച്ചിരിക്കുന്നുവെന്ന് മുനികുമാരൻ പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ എൻ്റെ തപസിദ്ധി കൊണ്ട് മനസ്സിലാക്കി. ഞാൻ വാത്മീകി നിന്നെ എൻ്റെ ആശ്രമവാടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൗരജനം അപവദിച്ചാലും സീതേ, നിന്റെ പരിശുദ്ധി പരിശുദ്ധമായ സത്യമാണ്. മഹർഷി, എന്റെ ആശ്രമത്തിലെ തപസ്വിനികൾ നിന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിരക്ഷിക്കും. സ്വഗ്രഹത്തിൽ എങ്ങനെയോ അതുപോലെ നിനക്കവിടെ വസിക്കാം, ദുഃഖം വെടിഞ്ഞാലും. മാമന് ശ്രേഷ്ഠ, അങ്ങയുടെ ആജ്ഞ പോലെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. പതിവ്രതാ രത്നമേ, നിന്റെ പുണ്യങ്ങൾ നിന്നിൽ യശസ്സിന്റെ രത്നഹാരം അണിയിക്കട്ടെ. പ്രപഞ്ചമുള്ള കാലത്തോളം നിന്റെ കീർത്തി വാഴ്ത്തപ്പെടട്ടെ. സ്ത്രീ വിശുദ്ധിയുടെ പര്യായമായി എന്നെന്നും എന്നെന്നും നീ അറിയപ്പെടും. വരൂ, നമുക്ക് ആശ്രമ സ്ത്രീകളുടെ അടുത്തേക്ക് പോകാം.
ഒരിക്കലെങ്കിലും ഭഗവാന്റെ കഥകൾ കേട്ട് മതി എന്ന് തോന്നിയിട്ടുണ്ടോ? എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കണമെന്നേ തോന്നാറുള്ളൂ, അല്ലേ? ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമാകുന്ന വിഭൂതി യോഗത്തിൽ ഭഗവാൻ സ്വയം തൻ്റെ മഹത്വങ്ങളും ഐശ്വര്യങ്ങളും ശക്തികളും വിവരിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ വിഭൂതികളെ പൂർണ്ണമായും വിസ്തരിക്കുന്നുമില്ല. വിഭൂതി യോഗത്തിലെ 19-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യത കുരു ശ്രേഷ്ഠ ദാസ്യദ്ദോ വിസ്തരസ്യ മേ. ഇവിടെ ഭഗവാൻ അർജുനനെ കുരുശ്രേഷ്ഠ എന്നാണ് സംബോധന ചെയ്യുന്നത്. അതായത് കുരുവംശത്തിന് അഭിമാനമായ അർജുന എന്നാണ്. അർജുനന് ഭഗവാന്റെ വിഭൂതികളെ എത്ര കേട്ടിട്ടും മതിവരാത്തതു കാരണം ഭഗവാനോട് തന്നെ തന്റെ മഹത്വങ്ങളും ശക്തികളും വിസ്തരിച്ചു തരുവാൻ അപേക്ഷിച്ചു. അതിനു മറുപടിയായി ഭഗവാൻ തന്റെ ദിവ്യങ്ങളായ വിശിഷ്ട രൂപങ്ങൾ പ്രാധാന്യത്തെ മുൻനിർത്തി, അതായത് പ്രധാനമായിട്ടുള്ള വിഭൂതികളെ കുറെയൊക്കെ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ മഹത്വങ്ങൾക്ക് ഒരവസാനവുമില്ല. ഭഗവാന് ജനനവുമില്ല, മരണവുമില്ല. ഈ പ്രപഞ്ചവും ഇതിലുള്ള സകലം, അതായത് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള എല്ലാം ഭഗവാനിൽ നിന്നും ഉദ്ഭവിച്ചിട്ടുള്ളതാണ്. ദേവന്മാരും മഹർഷിമാരും നമ്മുടെ നാനാവിധത്തിലുള്ള ഭാവങ്ങളും ഭഗവാനിൽ നിന്നു തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ഭാവങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ, അത് എന്തെല്ലാമാണെന്ന് അറിയാമോ? നമ്മുടെ ഓരോ ചിന്തകളും പ്രവൃത്തികളും, അതായത് നമ്മുടെ ജനനം, മരണം, സുഖം, ദുഃഖം, സത്യം, അഹിംസ, തപസ്, ദാനം എന്നിങ്ങനെയുള്ള ഓരോ ജീവജാലങ്ങളുടെയും ഭാവങ്ങൾ ഭഗവാനിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ഭഗവാൻ അനന്തമാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ കൃപ തന്നെ വേണം. നമ്മൾ ഓരോരുത്തർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കട്ടെ. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നമ്മുടെ ഈ ലോകം സ്വർഗതുല്യമാവട്ടെ. ഇതിനെല്ലാം നമ്മുടെ ധർമ്മബോധത്തെ ഉണർത്തി നമ്മളെ നേർവഴിക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവളുടെ വാക്കുകൾ ശ്രീകൃഷ്ണനാകുന്ന അമ്പൂറ്റി അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു.